ഇതെൻ്റെ നാട്ടിലെ അമ്പലമാണ്. പരമേശ്വരം ശ്രീ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രമാണ്. ഇവിടെ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ അതുമായിട്ട് അമ്പലത്തിലൊക്കെ തിരക്കുള്ള ദിവസമാണ്. നമ്മുടെ കാവാണത്, നാഗരാജാവാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ക്ഷേത്രമാണ് മഹാവിഷ്ണു സ്വാമി ക്ഷേത്രം. ശാസ്താവുണ്ട്, നാഗരുണ്ട്, ഗണപതിയുണ്ട്, അങ്ങനെ പിന്നെ ദശാവതാര വിഗ്രഹങ്ങളെല്ലാം ഉണ്ട്. മത്സ്യം, കൂർമ്മം, വരാഹം, അപ്പം എല്ലാവരും 10 അവതാരങ്ങളും വിഗ്രഹങ്ങളാണ് ഈ കാണുന്ന തൂണിലുള്ളത്. ഇത് നമ്മുടെ സ്റ്റേജാണ്. നമുക്കിവിടെ ഒരു കുളമുണ്ട്. കുളം പായറി കിടക്കുകയാണ്. അമ്പലക്കുളം തന്നെയാണ്. പുരാതന കാലമായി ഉള്ള ക്ഷേത്രമാണിത്. പിന്നെ കൊച്ചിൻ കാലത്ത് നമ്മൾ കളിച്ചു വന്ന ക്ഷേത്രം, നമ്മൾ എന്നും തൊഴുന്ന ക്ഷേത്രമാണ്. അവിടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് കുളമുള്ളത്. വലിയ കുളമാണ്. ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ വൈകുന്നേരം രാത്രി ഉണ്ണിയപ്പം നിവേദ്യമുണ്ട്. ഇതൊക്കെ വിഗ്രഹങ്ങളാണ്. നമ്മുടെ അരയാലാണ്. എല്ലാ വർഷവും ഇവിടെ ഉറിയടി ഉള്ളതാണ്. ഈ വർഷം ഉറിയടി ഇല്ല. എല്ലാ വർഷവും മുടങ്ങാതെ എൻ്റെ കൊച്ചുനാൾ മുതൽ ഉറിയടി നടന്നുകൊണ്ടിരുന്ന ക്ഷേത്രമാണ്. ഈ വർഷം ഉറിയടി ഇല്ലാതായിപ്പോയി. ഈ മാസം 23-ാം തീയതി മുതൽ ദശാവതാര ചാർത്തുണ്ട്. അവതാര പൂജകൾ നടക്കുന്നുണ്ട്. ഈ മാസം 23-ാം തീയതി മുതൽ ഒക്ടോബർ 2-ാം തീയതി വരെയാണ് ദശാവതാര കളഭച്ചാർത്ത് അവതാര പൂജകൾ നടക്കുന്നത്. 10 ദിവസമാണ് നടത്തുന്നത്. ഇതാദ്യമായാണ് ഈ ക്ഷേത്രത്തിൽ ദശാവതാര ചാർത്ത് നടത്തുന്നത്. നമ്മൾ സ്റ്റേജാണ്. ഈ പറമ്പിലാണ്, ഈ മരത്തിലാണ് കമുക് കെട്ടി നമ്മൾ ഉറിയടി ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ഇത് നമ്മൾ ശാസ്താനടയാണ്. ഇതാണ് നമ്മുടെ പറമ്പ്. ഈ ദിവസം നല്ല ആൾ കൂടുന്ന സ്ഥലമായിരുന്നു. ഈ സ്ഥലത്താണ്, ഈ സ്റ്റേജിനോട് ചേർന്നാണ് ഉറിയടി നടന്നുകൊണ്ടിരുന്നത്. എല്ലാ വർഷവും ഈ മരത്തിൽ നിന്ന് കമുകുകൾ കെട്ടി അടിപൊളിയായിട്ടാണ് നമ്മൾ ഉറിയടി ആഘോഷിക്കാറുള്ളത്. ഈ വർഷം അത് നടന്നില്ല. ചില സാങ്കേതിക കാരണങ്ങളാണ് അത് നടക്കാത്തത്. ഇവിടെ വിശ്വസുണ്ട്, മറ്റ് യോഗീശ്വരനുണ്ട്, ധ്യാനിയുണ്ട്, ഗണപതിയുണ്ട്. പിന്നെ ഇവിടെ മഹാവിഷ്ണുവിൻ്റെ ഒക്കത്ത് ഗണപതിയാണ് ഉള്ളത്. മഹാവിഷ്ണുവിൻ്റെ ഒക്കത്തിരിക്കുന്ന ഗണപതിയായിട്ടാണ് സങ്കല്പം. ചെറുതാണ്, ഒരുപാട് ചെറിയ വിഗ്രഹമാണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. ഈ ഇടയ്ക്കാണ് പ്രതിഷ്ഠ നടന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമുള്ള ദിവസമാണ് ശകലം. ഈ ഉറിയടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജനിച്ച കാലം മുതൽ ഉറിയടി നടന്നുകൊണ്ടിരുന്ന ക്ഷേത്രമാണ്. ഈ വർഷം അതില്ലാതെയുള്ള വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പുരാതന കാലങ്ങളായുള്ള ക്ഷേത്രമാണിത്. മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ. എല്ലാ വർഷവും 41-ന് മണ്ഡല വിളക്കിനാണ് ഉത്സവം നടക്കാറ്. 41-നാണ് ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടന്നു വരുന്നത്. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ.